തഫ്സീറുൽ കബീർ എന്നറിയപ്പെടുന്ന മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്ന റാസി ഇമാമിന്റെ തഫ്സീറു റാസിയിൽ അറിവിന്റെ മഹത്വത്തെക്കുറിച്ച് കുറെ സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അറിവിന്റെ മഹത്വം എന്താണ്, എന്തിനാണ് അറിവ് പഠിക്കുന്നത്, ഈ അറിവ് എങ്ങനെയാണ് മറ്റു അറിവുകളിൽ നിന്ന് വ്യതിരിക്തമാവുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടെ നമ്മൾ എന്തിനാണ് ഇൽമു പഠിക്കുന്നത് എന്നുള്ള ഒരു പൂർണ്ണമായിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടാണ്, എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ള. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഉന്നതിയിലേക്ക് എത്തിക്കും. വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, അവരിൽ നിന്ന് തന്നെ അറിവ് കിട്ടിയ ഇൽമുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉന്നതികളിലേക്ക് ഉയർത്തും എന്ന് സൂറത്തുൽ മുജാദലയിൽ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇമാം റാസി പറയുന്നു, വഅലം അന്നഹു തആല ദക്കറ ദറജാത്തിൽ അർബഅത്തി അസ്നാഫ്. 4 വിഭാഗം ആളുകളെയാണ് അല്ലാഹു തആല ഉയർത്തുന്ന വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. 4 വിഭാഗം ആളുകളെയാണ് ഉയർത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിലൊരു വിഭാഗം ബദരീങ്ങളാണ്. ബദരീങ്ങൾ അല്ലാഹു തആല വലിയ ഉയർച്ചയിലെത്തിക്കുന്ന വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും. ആ ആയത്തിന്റെ സൂറത്തുൽ അൻഫാൽ, അതിന്റെ ശേഷം ഉള്ള 2 ആയത്തുകളുടെ അവസാനം വരുന്നത് ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം. ബദരീങ്ങളെ പറ്റി പറഞ്ഞത് എന്താ? അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഉന്നതികളിൽ എത്തിക്കും, വലിയ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞത് അത് മുജാഹിദീങ്ങൾക്കാണ്. അള്ളാഹുവിന്റെ മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മുജാഹിദീങ്ങളല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, ബദറിലും ഉഹദിലും ഖന്തക്കിലൊക്കെ എല്ലാ ഇസ്ലാമിക യുദ്ധങ്ങളിലും പങ്കെടുത്ത് ഷഹീദായ അല്ലെങ്കിൽ പങ്കെടുത്ത ആളുകൾ, അവരെ പറ്റി അള്ളാഹു പറഞ്ഞത് വഫല്ലലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീൻ. അള്ളാഹു യുദ്ധത്തിന് പോവാത്തവരെക്കാൾ യുദ്ധത്തിന് പോയ ആളുകളെ വലിയ ഉന്നതിയിലേക്ക് അള്ളാഹു തആല എത്തിക്കും, വലിയ ശ്രേഷ്ഠത അവർക്ക് നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം, അള്ളാഹു ഉയർച്ച അതുപോലെ തന്നെ വലിയ ഔന്നിത്യം നൽകിയ മൂന്നാമത്തെ ഒരു വിഭാഗം അത് സ്വാലിഹീങ്ങളാണ്. വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്സാലിഹാത്ത് ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ. സ്വാലിഹീങ്ങളായ ആളുകൾക്ക്, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ, അവർക്ക് വലിയ സ്ഥാനമുണ്ട്. നാലാമത്തെ ഒരു പ്രത്യേക വിഭാഗം, ദറജ ലഭിക്കുന്ന നാലാമത്തെ ഒരു പ്രത്യേക വിഭാഗം അത് ആലിമീങ്ങളാണ്, ഇൽമുള്ള ആളുകളാണ്, ഇൽമു പഠിക്കാൻ ഇറങ്ങുന്ന ആളുകളാണ്. വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, അത് നമ്മൾ ആദ്യം ഓതി വെച്ച ആയത്ത്. അറിവ് ലഭിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഔന്നിത്യത്തിലേക്ക് ഉയർത്തുന്നതാണ് എന്ന്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ഉതഖാഇല്ലാഹി മിനൽ നാരി. ആർക്കെങ്കിലും നരകത്തിൽ നിന്ന് മോക്ഷം ലഭിച്ച ആളുകളെ ദുനിയാവിൽ വെച്ച് കാണണം എന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിഷിദ്ധമാക്കിയ ആളുകളെ കാണണമെന്നുണ്ടോ? ഫൽ യൻദുർ ഇലൽ മുതഅല്ലിമീൻ. എന്നാൽ മുതഅല്ലിമീങ്ങളിലേക്ക് നോക്കിക്കൊള്ളട്ടെ. ഫവല്ലദി നഫ്സി ബിയദിഹി മാ മിൻ മുതഅല്ലിമിൻ യഖ്തലിഫു ഇലാ ബാബി ആലിമിൻ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത സനത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
അള്ളാഹുവാണ് സത്യം. എൻ്റെ ശരീരം ആരാണോ നിയന്ത്രിക്കുന്നത്, എൻ്റെ ജഗന്നിയന്താവാണ് സത്യം. മാമിൻ മുതഅല്ലിമിൻ യഖ്തലിഫു ഇലാ ബാബി ആലിമിൻ. ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വാതിൽക്കലേക്ക് അറിവ് പഠിക്കാൻ വേണ്ടി പോകുന്ന മുതഅല്ലിമ് ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത സനത്തിൻ. അവൻ ആ ആലിമിലേക്ക് പോകുന്ന ഓരോ ചവിട്ടടിക്കും ഒരു വർഷം ഇബാദത്ത് ചെയ്ത കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. എങ്ങനെ? ഒരു ആലിമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അറിവ് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തി, അവന്റെ ഓരോ കാലടിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അത് ഒരു വർഷം ആരാധന ചെയ്ത ഇബാദത്ത് ചെയ്ത പ്രതിഫലാണ്. അതുകൊണ്ടാണ് അവരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ ഉതഖാഇല്ലാഹി മിനൻ നാരി. ഭൂമിയിൽ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് മോചിതരായ ആളുകളെ കാണണമെങ്കിൽ മുത്തഅല്ലിമീങ്ങളെ നോക്കിക്കൊള്ളട്ടെ എന്ന്. മുത്തഅല്ലിമീങ്ങളുടെ ഫضലാണ് ഇപ്പൊ പറഞ്ഞത്. ഓരോ ചവിട്ടടിക്കും എത്ര കൂലിയാ? ഒരു വർഷം ഇബാദത്ത് ചെയ്ത കൂലി. കഴിഞ്ഞിട്ടില്ല. വ ബനാലഹു ബികുല്ലി ഖദമിൻ മദീനത്തൻ ഫിൽ ജന്ന. അവന്റെ ഓരോ ചവിട്ടടിക്കും സ്വർഗത്തിൽ ഓരോ പട്ടണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. വീടല്ല, വെറും വീടല്ല. വ ബനാലഹു ബികുല്ലി ഖദമിൻ മദീനത്തൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ പട്ടണം കൊടുക്കും. യംശി അലൽ അർളി. അവൻ ഭൂമിയിൽ നടക്കും. വൽ അർദു തസ്തഗ്ഫിറു ലഹു. അവൻ ഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭൂമി അവനിക്ക് ഇസ്തിഗ്ഫാർ ചെല്ലും. പടച്ചോൻ ഇവനിക്ക് പുറത്തു കൊടുക്കണേ. വയുംസി വയുസ്ബിഹു മഗ്ഫൂറൻ ലഹു. അവൻ രാവിലെ ആകുന്നതും വൈകുന്നേരം ആകുന്നതൊക്കെ ആ സമയത്തൊക്കെ അവന്റെ എല്ലാ തെറ്റുകളും അള്ളാഹ് ഇങ്ങനെ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവന്റെ തെറ്റിന്റെ ലിസ്റ്റുകളൊക്കെ ഒഴിവാക്കി ഡിലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. വശഹിദത്തിൽ മലായികത്തു ലഹും ബിഅന്നഹും ഉതഖാഉല്ലാഹി മിനന്നാർ. അവർക്ക് വേണ്ടി മാലാകകൾ, മലക്കുകൾ സാക്ഷി നിൽക്കും. ബിഅന്നഹും ഉതഖാഉല്ലാഹി മിനന്നാർ. അവര് നരകത്തിൽ നിന്ന് പാപമോക്ഷം നേടിയവരാണെന്നത് കൊണ്ട്. ഇപ്പൊ ഭയങ്കര ഒരു വലിയ ഹദീസാണ് ഈ പറഞ്ഞത്. അറിവിന്റെ മഹത്വമാണ് ഈ ഹദീസിൽ വിളിച്ചോതിയത്. മുത്തഅല്ലിമായി ജീവിച്ചു കഴിഞ്ഞാൽ, ഇൽമു പഠിക്കാൻ വേണ്ടി, തഅല്ലുമിന് വേണ്ടി ഒരു ഉസ്താദിന്റെ അടുത്ത് പോകുന്ന ഓരോ ചവിട്ടടിക്കും ഓരോ വർഷം ഇബാദത്ത് ചെയ്ത കൂലി ലഭിക്കും. അങ്ങനെ അവനിക്ക് അതുപോലെ തന്നെ ഓരോ ചവിട്ടടിക്കും സ്വർഗത്തിൽ ഓരോ പട്ടണങ്ങൾ അള്ളാഹു നിർമ്മിച്ചു കൊടുക്കും. അതുപോലെ ഓന് അങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥി ഭൂമിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഭൂമി ആ വിദ്യാർത്ഥിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. അവൻ രാവിലെ ആകുമ്പോഴും വൈകുന്നേരം ആകുന്ന സമയത്തൊക്കെ അള്ളാഹു അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. മലക്കുകൾ അവനിക്ക് വേണ്ടി സാക്ഷി നിൽക്കും. ഒരു വലിയ മഹത്വമാണ് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ സമയം മാറ്റി വെക്കുക എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ത്വലബൽ ഇൽമ ലിഗൈരില്ലാഹി ലം യഖ്റുജ് മിനദ് ദുനിയ ഹത്താ യഅതി അലൈഹിൽ ഇൽമു ഫയകൂന ലില്ലാഹി. ഇൽമു പഠിക്കുന്ന സമയത്ത് ലക്ഷ്യം നന്നാവണം. നല്ല ലക്ഷ്യത്തോടുകൂടെ പഠിക്കണം. അങ്ങനെ പഠിച്ചാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മുത്തഅല്ലിമിനുള്ള പ്രതിഫലമൊക്കെ കിട്ടുക. ആരെങ്കിലും മൻ തലബൽ ഇൽമ ലിഗൈരില്ലാഹി, അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചു കൊണ്ടല്ലാതെ, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടല്ലാതെ ആരെങ്കിലും അറിവ് പഠിക്കാൻ വേണ്ടി തുടങ്ങി, ലം യഖ്റുജ് മിനദ് ദുനിയ ഹത്താ യഅതി അലൈഹിൽ ഇൽമു ഫയകൂന ലില്ലാഹി. അങ്ങനെയാണെങ്കിൽ തന്നെ, ഉദാഹരണത്തിന് വീട്ടിൽ വിശപ്പ് സഹിക്കാൻ കഴിയാറ്റാണ് അറിവ് പഠിക്കാൻ പോകുന്നത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ കാണാം. അങ്ങനെ അറിവ് പഠിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് പിന്നെ വിശപ്പ് മാറാൻ വേണ്ടി പഠിക്കാൻ വന്നു, പിന്നെ അള്ളാഹുവിന് വേണ്ടി പഠിക്കലായി എന്ന് പറഞ്ഞ രൂപത്തിൽ മരിക്കുന്നതിന് മുന്നേ, ദുനിയാവിൽ നിന്ന് അവൻ പിരിയുന്നതിന് മുന്നേ അവൻ അള്ളാഹുവിന് വേണ്ടി പഠിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അവൻ ത്വലബൽ ഇൽമ ലില്ലാഹി ഫഹുവ കസ്വായിമി നഹാറഹു. ഇനി കേട്ടോളൂ, ഇനിയാണ് വിഷയം. ആരെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് അറിവ് പഠിച്ചു കഴിഞ്ഞാൽ
ഫഹുവ കസ്സായിമി നഹാറഹു വകൽ ഖായിമി ലൈലഹു. അവൻ പകൽ സമയം മുഴുവനും നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ്. വക്കൽ ഖായിമി ലൈലഹു, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്. അറിവ് പഠിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അവൻ അറിവാ പഠിക്കുന്നത്, പക്ഷെ അതേ സമയത്ത് മറ്റ് ആളുകൾ ഇബാദത്ത് ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. പകല് മൊത്തം നോമ്പെടുക്കുന്നു, രാത്രി മൊത്തം നിന്ന് നിസ്കരിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ പ്രതിഫലം ഈ അറിവ് പഠിച്ചു എന്നതുകൊണ്ട് അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. വഇന്ന ബാബൻ മിനൽ ഇൽമി യതഅല്ലമുഹു റജുലു ഖൈറുൻ മിൻ അൻ യകൂന ലഹു അബൂ ഖുബൈസിൻ ദഹബ ഫയുൻഫിഖുഹു ഫീ സബീലില്ലാഹ്. അറിവ് പഠിക്കുന്ന കാരണം കൊണ്ട് കുറെ പൈസ ഒന്നും ഉണ്ടാക്കാനും അങ്ങനെ ധർമ്മം ചെയ്യാനൊന്നും കഴിയാത്ത സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഉണ്ടാവണം എന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ വഇന്ന ബാബൻ മിനൽ ഇൽമി യതഅല്ലമുഹു റജുലു, ഒരാള് പഠിക്കുന്ന അറിവിന്റെ ഒരു ബാബ് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി പഠിക്കുകയാണ്. ശർഈയായ ഇൽമുകളിൽ ഏതെങ്കിലും ഒരു ബാബ് പഠിക്കുക എന്ന് പറയുന്നത് ഖൈറുൻ മിൻ അൻ യകൂന ലഹു അബൂ ഖുബൈസിൻ ദഹബ. അവനിക്ക് ജബലു അബൂ ഖുബൈസ് അറിയൂലേ? ഫേമസ് അല്ലേ? ആ പർവ്വതം, അബൂ ഖുബൈസ് പർവ്വതം അവനിക്ക് മുഴുവനായിട്ടും സ്വർണമായി മാറുകയും അങ്ങനെ ആ സ്വർണമായി മാറിയ അബൂ ഖുബൈസ് പർവ്വതത്തെ മുഴുവനായിട്ടും ധർമ്മം ചെയ്ത് തീർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനിക്ക് ലഭിക്കുന്ന എത്രമാത്രം വലിയ പ്രതിഫലമാണോ അത് ഒരു മുത്തഅല്ലിമ് ഒരു ബാബ് ഇൽമ് പഠിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അറിവ് പഠിക്കുന്നതിന്റെ ആവശ്യകത, അതിന്റെ മഹത്വം, അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഫള് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സ്ഥാനം നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദം നബി അലൈഹിസ്സലാമിനെ മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിക്കാനുള്ള കാരണം എന്താ? മലക്കുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകളോട് ചോദിച്ചല്ലോ, ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് അറിയെങ്കിൽ പറയ്, എന്താണ് ഇതിന്റെയൊക്കെ പേര്, ഇതിന്റെ യൂസേജ് എന്താണ്? മലക്കുകൾ പറഞ്ഞു, പക്ഷേ ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, നമുക്ക് ഇത് അറിയുള്ളൂ, ഇതിനെപ്പറ്റി അറിയില്ല. അപ്പൊ ആദം നബി അലൈഹി സ്വലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് ആദം നബിയുടെ ഫള്, അതാണ് മനുഷ്യന്റെ ഫള് എന്ന് പറയുന്നത്. അപ്പൊ അറിവുള്ളവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ ഇറങ്ങുന്നവനിക്ക് വലിയ പ്രതിഫലം കൊടുക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ജാഅഹുൽ മൗതു വഹുവ യത്ലുബുൽ ഇൽമ ലിയുഹ്യിയ ബിഹിൽ ഇസ്ലാമ കാന ബൈനഹു വ ബൈനൽ അംബിയാഇ ദറജത്തുൻ വാഹിദത്തുൻ ഫിൽ ജന്ന. ഒരു മനുഷ്യൻ ഇൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. മൻ ജാഅഹുൽ മൗതു വഹുവ യത്ലുബുൽ ഇൽം. അങ്ങനെ ഇൽമു പഠിക്കുന്ന അവസ്ഥയിൽ ഒരുത്തൻ മരണപ്പെട്ടു, മുത്തഅല്ലിമായിട്ട് ഒരു വ്യക്തി മരണപ്പെട്ടു എന്നർത്ഥം. മീം അക്കാഡമിയിൽ ദർസിന് ജോയിൻ ചെയ്തു. അങ്ങനെ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ മരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ദീർഘായുസ്സ് തരട്ടെ, നമുക്ക് എല്ലാവർക്കും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ തന്നെ ലിയുഹ്യിയ ബിഹിൽ ഇസ്ലാം, അവൻ എന്തിനാണ് അറിവ് പഠിക്കുന്നത്? ഇസ്ലാമിന്റെ അറിവുകൾ അതിനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അറിവ് പഠിച്ചാൽ കാന ബൈനഹു വ ബൈനൽ അംബിയാഇ ദറജത്തുൻ വാഹിദത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവന്റെയും അമ്പിയാക്കന്മാരുടെ ഇടയിൽ ഒരൊറ്റ ദറജയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. തൊട്ട് മുകളിൽ പിന്നെ നിൽക്കുന്നത് അമ്പിയാക്കന്മാരാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അമ്പിയാക്കന്മാരുടെ നേരെ താഴെ നിൽക്കുന്ന ഒരു കൂട്ടര് എന്ന് പറയുന്നത് അറിവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, ഈ വിഭാഗത്തിനാണ്. അതാണ് അറിവിന്റെ മഹത്വം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, യബ്അസുല്ലാഹുൽ ഇബാദ യൗമൽ ഖിയാമത്തി സുമ്മ യുമയ്യിസുൽ ഉലമാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിൽ അടിമകളെ മുഴുവനും അവർ പുനർജന്മം നൽകും, അടിമകൾക്ക് മുഴുവനും പുനർജന്മം നൽകും. അതിനുശേഷം സുമ്മ യുമയ്യിസുൽ ഉലമാഅ, എന്നിട്ട് ആലിമീങ്ങളെ പ്രത്യേകം മാറ്റി നിർത്തും. അന്ത്യദിനത്തിൽ ആലിമീങ്ങളെ പ്രത്യേകം മാറ്റി നിർത്തും. ഫയഖൂലു, എന്നിട്ട് പറയും, യാ മഅ്ശറൽ ഉലമാ, ഓ ആലിമീങ്ങളെ,
ഇന്നി ലം അള നൂരി ഫീക്കും ഇല്ലാ ലിഇൽമി ബിക്കും വലം അള ഇൽമി ഫീക്കും ലിഉഅദ്ദിബക്കും ഇൻതലിഖു ഫഖദ് ഗഫർതു ലക്കും. എന്തൊരു മനോഹരമായ വാക്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും അവരോട്, ഞാൻ എൻ്റെ പ്രകാശത്തെ നിങ്ങളിൽ നിക്ഷേപിച്ചിട്ടില്ല, എനിക്ക് നിങ്ങൾ അറിയുന്നത് കൊണ്ടല്ലാതെ. എന്നുവെച്ചാൽ ആ സമയത്ത് ആലിമീങ്ങൾക്ക് പ്രകാശം ഉണ്ടാവും. ആ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്, അറിവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയത്, അത് അള്ളാഹുവിനെ അവരെ അറിയുന്നത് കൊണ്ടാണ്. വലം അള ഇൽമി ഫീക്കും, ഞാൻ നിങ്ങൾക്ക് എൻ്റെ അറിവിനെ നൽകിയിട്ടില്ല. ഒന്നുകൂടി, ഓ ആലിമീങ്ങളെ, ഞാൻ നിങ്ങളിൽ എൻ്റെ പ്രകാശത്തെ നിക്ഷേപിച്ചിട്ടില്ല, എനിക്ക് നിങ്ങളെ അറിയുന്നത് കൊണ്ടല്ലാതെ. ഇല്ലാ ലി ഇൽമി ബിക്കും, നിങ്ങളിൽ അറിവ് നൽകിയതിന് വേണ്ടിയിട്ടല്ലാതെ. വലം അള ഇൽമി ഫീക്കും, ഞാൻ നിങ്ങളിൽ അറിവിനെ നിക്ഷേപിച്ചിട്ടില്ല, നിങ്ങൾക്ക് തന്നിട്ടില്ല. ലി ഉഅദ്ദിബക്കും, അറിവ് തന്നിട്ട് നിങ്ങളെ ശിക്ഷിക്കാനല്ല ഞാൻ നിങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു തന്നത്, അറിവിനെ തന്നത്. ഇൻതലിക്കു, നിങ്ങൾ പോയിക്കോളൂ. ഫഖദ് ഗഫർതു ലക്കും, നിങ്ങൾക്ക് ഞാൻ മുഴുവനായിട്ട് പുറത്തു തന്നിട്ടുണ്ട്, നിങ്ങളൊന്നും പേടിക്കണ്ട എന്ന് പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിമീങ്ങളോട് പറയുമെന്നാണ്. വേറൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅല്ലിമുൽ ഖൈരി ഇദാ മാത ബകാ അലൈഹി ത്വയ്റുസ് സമാഇ വദവാബുൽ അർളി വഹീതാനുൽ ബുഹൂർ. ഹലിമീങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത്, ഹലിമീങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, മുഅല്ലിമുൽ ഖൈർ മരിച്ചു കഴിഞ്ഞാൽ, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമ് മരിച്ചു കഴിഞ്ഞാൽ, ബകാ അലൈഹി ത്വയ്റുസ് സമാ, ആകാശത്ത് പറന്നു നടക്കുന്ന മുഴുവൻ പക്ഷികളും കരയും. വദവാബുൽ അർളി, ഭൂമിയിലുള്ള മുഴുവൻ ജീവികളും കരയും. വഹീതാനുൽ ബുഹൂർ, സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങളും ആ ആലിമിന് വേണ്ടി കരയും എന്നാണ്. മൗത്തുൽ ആലം, ഒരു പണ്ഡിതന്റെ വിയോഗം എന്ന് പറയുന്നത് അത് ലോകത്തിന്റെ തീരാ നഷ്ടമാണ് എന്ന് അസറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വന്നത്, ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളുമാണ് മനുഷ്യന്മാരുടെ ഇടയിൽ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള ഒരു വിഭാഗം. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളുമാണ്. അവര് പഠിക്കുന്ന ഈ ശർഈയായ ഇൽമ് അവർ പഠിക്കുന്നത് തന്നെ നിയ്യത്ത് നന്നാവണം, നല്ല തഖ്വയോടുകൂടെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതോടുകൂടെ ഇൽമ് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ പറഞ്ഞ മുഴുവൻ ഓഫറുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നത്. എത്ര വരെ എന്ന് പറഞ്ഞാല്, ഒരു ആലിമിൻ്റെയോടൊപ്പം ഒരാള് ജമാഅത്തായി നിസ്കരിക്കുകയാണെന്ന് കൂട്ടുക. ഉദാഹരണത്തിന്, ഒരു ആലിം, നല്ല വിവരമുള്ള, നല്ല ശർഈയായ ഇൽമുള്ള ഒരു ആലിമ്, ആ ആലിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കിട്ടുന്ന ഒരു മനുഷ്യന്റെ ഭാഗ്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി. എന്താ? മൻ സല്ല ഖൽഫ ആലിമിൻ മിനൽ ഉലമായി ഫകഅന്നമാ സല്ല ഖൽഫ നബിയ്യിൻ മിനൽ അംബിയാ. ആരെങ്കിലും ഒരു ആലിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചാൽ അത് ഒരു നബി, ഒരു വലിയ പ്രവാചകന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലാണ്. അതിന് തുല്യമാണ്. ഫകഅന്നമാ സല്ല ഖൽഫ നബിയ്യിൻ മിനൽ അംബിയാ, ഒരു പ്രവാചകന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചതുപോലെയാണ്. ഇത് ആലിമിന്റെ അടുത്ത് സഹവസിക്കുന്ന ആൾക്ക് കിട്ടുന്ന വലിയ പ്രതിഫലാണ്. കുറേ ഇബാദത്ത് ചെയ്യുന്നതാണോ, അറിവ് നല്ലോണം പഠിക്കുന്നതാണോ, അറിവ് അനുസരിച്ചുകൊണ്ട് പരമാവധി പ്രവർത്തിക്കുന്നതാണോ മഹത്വം? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം, ഫുള്ളിലൽ ആലിമു അലൽ ആബിദി ബി 70 ദറജ ബൈന കുല്ലി ദറജത്തിൻ അദു ഫറസി 70 അമൻ.
ആലിമ് ആബിദായി ജീവിക്കുന്ന മനുഷ്യനേക്കാൾ 70 ദറജ മുകളിലാണ്. എങ്ങനെ? ഇൽമ് പഠിച്ചുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി, അതോടൊപ്പം അവൻ നിർബന്ധമായ സുന്നത്തായിട്ടുള്ള പ്രധാനപ്പെട്ട ഇബാദത്തുകളൊക്കെ എടുക്കുന്നുണ്ട്, തഖ്വ ഉണ്ട്, തെറ്റുകളിലേക്ക് പോകുന്നില്ല, ഇൽമുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിതാബ് രചിക്കുന്നു, അല്ലെങ്കിൽ കിതാബ് ഓതുന്നു, ഓതിക്കൊടുക്കുന്നു, കിതാബ് പഠിക്കുന്നു, അങ്ങനെയുള്ള വിഷയങ്ങളുമായി പോകുന്ന വ്യക്തി, അവന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇൽമാണ്. അങ്ങനെയുള്ള ആലിമിന് നിസ്കാരം, നോമ്പ്, ഇങ്ങനെ സകാത്ത് കൊടുക്കുക, അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കുക, അങ്ങനെ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനേക്കാൾ അവൻ മോശക്കാരനല്ല. അതേസമയത്ത് അവനേക്കാളും ഈ ആലിമിനുള്ള ദറജ എന്ന് പറയുന്നത് 70 ദറജ മുകളിലാണ് ഈ ആലിം എന്ന് പറയുന്നത്. ബൈന കുല്ലി ദറജത്തിന് അതുൽ ഫറസി 70 ആമൻ. ഒരു കുതിര നിലക്കാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ 70 വർഷം കൊണ്ട് എത്ര എത്താൻ സാധിക്കും, എത്ര കിലോമീറ്റർ താണ്ടാൻ സാധിക്കും? ആ ദൂരാണ് ഓരോ ദറജയുടെയും ഇടയിൽ വരുന്നത്. അത്രയും വിദൂരമാണ്, തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും ദൂരാണ് ആലിമിനിക്കും ആബിദിന്റെയും ഇടയിൽ എന്നർത്ഥം. വദാലിക അന്ന ശൈത്താന യളഉൽ ബിദ്അത ലിന്നാസി ഫയുബ്സിറുഹ അൽ ആലിമു ഫയുസീലുഹ വൽ ആബിദു യുഖ്ബിലു അലാ ഇബാദത്തിഹി വലാ യതവജ്ജഹു വലാ യതഅറഫു ലഹ. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ആലിമും ആബിദും തമ്മിൽ ഇത്രമാത്രം ദറജ വ്യത്യാസം, മാറ്റം വരാനുള്ള കാരണം, ആലിമ് ഇത്രയും വലിയ ഉയർന്ന സ്ഥാനത്തിന് അർഹമാകാൻ കാരണം വളരെ സിമ്പിൾ കാരണമാണ്. അദാലിക അന്ന ശൈത്താന യളഉൽ ബിദ്അത ലിന്നാസ്. പിശാച്, ശൈത്താൻ വന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ബിദ്അത്തിനെ പ്രചരിപ്പിക്കും. ഒരാളുകൾക്ക് ഇങ്ങനെ തോന്നിച്ചെടുക്കും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്തിനാണ് വെറുതെ ഇസ്തിഗാസ ചെയ്യുന്നത്, എന്തിനാണ് വെറുതെ മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് പല ബിദ്അത്തുകളും ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കും. അപ്പൊ ആലിം അത് കണ്ടു കഴിഞ്ഞാൽ ഫയുബ്സിറുഹൽ ആലിമു ഫയുസീലുഹ, ആലിം അത് കാണുന്ന സമയത്ത് എന്താ ചെയ്യാ? ആ പറയുന്നത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തനതായ ആദർശത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. ആ വിദേഹത്തിനെ ജനമനസ്സുകളിൽ നിന്ന് അതിനെ തിരുത്തി കൊടുക്കും, അത് നീക്കിക്കൊടുക്കും. വൽ ആബിദു, അതേ സമയത്ത് വെറും ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന വ്യക്തിക്ക് അതിന് സാധിക്കുമോ? ഈ മനുഷ്യൻ പറയുന്നത് ഇത് വിദഅത്താണ്, ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെതിരാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിവില്ലാത്ത ഒരു കേവലം ഇബാദത്ത് കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുന്ന വ്യക്തിക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോ വൽ ആബിദു യുഖ്ബിലു അലാ ഇബാദത്തിഹി, അവൻ നല്ല മനുഷ്യനാണ്, അവൻ നല്ല ഈമാനോടുകൂടെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നു. ലാ യതവജ്ജഹു വലാ യതഅറഫു ലഹ, അവനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നും ചെന്നെത്താൻ കഴിയില്ല. കാരണം അവൻ്റെ അടുത്ത് ഇൽമില്ല എന്നുള്ളതാണ്. ഇൽമും ഇബാദത്തും കൂടി അപ്പൊ ഒരു മനുഷ്യനിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എത്ര വലിയ സ്ഥാനമായിരിക്കും അപ്പൊ. അപ്പോ അതാണ് ആലിമും ആബിദും തമ്മിലുള്ള വ്യത്യാസം. എവിടെയെങ്കിലും ഒന്ന് ഗൾഫിലോ സൗദിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, പണ്ടത്തെ കുറെ കഥകളാണ് അങ്ങനെ, എവിടെയെങ്കിലും പോകുമ്പോൾക്ക് 2 ക്ലാസ് കിട്ടുമ്പോൾക്ക് നമ്മൾ ഇതുവരെ പഠിച്ച ഉമ്മമാരൊക്കെ ഉപ്പാപ്പമാരൊക്കെ ജീവിച്ചിരുന്നതൊന്നല്ല, അവർ ചെയ്തിരുന്നതൊന്നല്ല ശരിയായിട്ടുള്ള സാധനങ്ങൾ, അവർ ജീവിച്ച് കാണിച്ചു തന്നതൊന്നല്ല ഇസ്ലാം, അതിലൊക്കെ കുറെ ഖുറാഫാത്തുകളാണ്, എല്ലാം പിഴച്ചതാണ് എന്ന് ഒറ്റടിക്ക് കണ്ട് പെട്ടുപോകുന്നത് ഇങ്ങനെ അറിവില്ലാത്ത ആളുകളാണ് പൊതുവെ. അപ്പൊ അറിവ് നേടുന്നതിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ അഖീദ, അതുപോലെ തന്നെ സുന്നത്തും ബിദഅത്തും വേർതിരിച്ച് മനസ്സിലാക്കുക, അങ്ങനെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, തെറ്റായ പിശാചിന്റെ എല്ലാ പ്രേരണകളിൽ നിന്നും നമ്മുടെ ഈമാനിനെയും നമ്മുടെ മനസ്സിനെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് അറിവിന്റെ അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ സംരക്ഷിക്കുക, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുക, നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കുക. ഇത് എന്ന് പറയുന്നത് പിശാചിന് ഇത്രമാത്രം വെറുപ്പുള്ള ഒരു വിഭാഗം വേറെ ഉണ്ടാവില്ല ആലിമീങ്ങളെ പോലെ. ആബിദിന് പിശാചിന് വലിയ വിഷയമല്ല, ആബിദിനെ പേപ്പിക്കാൻ പിശാചിന് വളരെ പെട്ടെന്ന് കഴിയും.
ആലിമിനെ കൊണ്ട് പിശാചിനുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ്. പിശാച് വളരെ പ്രയാസപ്പെട്ട് ഒരാളെ വടക്കാക്കി എടുക്കുമ്പോഴായിരിക്കും ആലിം ഇടപെട്ടിട്ട് നന്നാക്കുക. അതാണ് ആലിമ്യങ്ങളോട് പിശാചിന് ഭയങ്കര വെറുപ്പായിരിക്കും. ആ വെറുപ്പ് തന്നെയാണ് ആലിമ്യങ്ങൾക്ക് പ്രതിഫലം കൂടാനുള്ള കാരണവും. മറ്റൊരു ഹദീസിൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞേ? റഹ്മത്തുല്ലാഹി അലാ ഖുലഫായി ഫഖീല മൻ ഖുലഫാഉക യാ റസൂലല്ലാഹ്. തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം എൻ്റെ പിന്തുടർച്ചക്കാർക്കുണ്ട്, എൻ്റെ നിയുക്തരായ ആളുകൾക്കുണ്ട്, എൻ്റെ ഖലീഫമാർക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സഹാബികൾ ചോദിച്ചു, മൻ ഖുലഫാഉക യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഈ ഖലീഫമാര് എന്ന് പറയുന്നത് ആരാണ്? അപ്പൊ തങ്ങൾ പറഞ്ഞു, ഖാല അല്ലദീന യുഹ്യൂന സുന്നത്തി, എന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ് എന്റെ ഖലീഫമാർ എന്ന് പറയുന്നത്. വയുഅല്ലിമൂനഹ ഇബാദല്ലാഹ്, ആ സുന്നത്തുകളെ, ബിദ്അത്തിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സുന്നത്ത്, അതിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഹാലിമീങ്ങളാണ് എന്റെ ഖലീഫമാര് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ നബിതങ്ങള് ഖലീഫമാര് എന്ന് പരിചയപ്പെടുത്തിയ വിഭാഗമാണ് നമ്മുടെ ഉമ്മത്തിലുള്ള ആലിമീങ്ങള്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിയരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വളരെ വിശാലമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഇല്ല, എല്ലാരും പോയോ? ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോള് ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ കുറെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവരിൽ ഓരോ പ്രദേശത്ത് ഓരോ നബിമാരെയാണ് അയച്ചത്. ഓരോ ആദ് സമൂഹത്തിനൊരു പ്രവാചകൻ, ഹൂദ് നബി, അങ്ങനെ ഓരോ വിഭാഗത്തിനും ഓരോ ജനങ്ങൾക്കും ഓരോ സ്ഥലത്തേക്കും ഒക്കെ ആയിട്ട് നബിമാരെ അയക്കുന്ന രീതി അന്നുണ്ട്. അത്തരത്തിൽ ആ ബനു ഇസ്രയേല്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനേകം പണ്ഡിത നബിമാരെ കൊടുത്തതുപോലെയാണ് എന്റെ ഉമ്മത്തിലുള്ള ആലിമീങ്ങൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അവര് ഓരോ പ്രദേശത്ത് ദീനുൽ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കും. കേരളത്തിലെ പണ്ഡിതന്മാര് കേരളത്തിൽ, അങ്ങനെ ലോകത്തിന്റെ ഓരോ ഭാഗത്തുള്ള പണ്ഡിതന്മാര്, പ്രബോധകന്മാര് അവരവരുടെ നാടുകളിൽ ദീനുൽ ഇസ്ലാമിനെ ജീവിപ്പിക്കുന്നു. അപ്പോ ആ ദൗത്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവര് അമ്പിയാക്കന്മാരെ പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരു ഹദീസ് വായിച്ചല്ലോ, ഒരു ആലിമിന് പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് എന്ന് പറയുന്നത് അത് ഒരു നബിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് എന്ന്, അല്ലെങ്കിൽ അതുപോലെയാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. ഇൽമു പഠിക്കുന്നതിന്റെ മഹത്വം കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറജ യത്ലുബു ബാബൻ മിനൽ ഇൽമി ലിയറുദ്ദ ബിഹി ബാത്തിലൻ ഇലാ ഹഖിൻ ഔ ളലാലൻ ഇലാ ഹുദാ കാന അമലുഹു കഇബാദത്തി 40 ആമ. ശ്രദ്ധിച്ച് കേട്ടോളി. നാട്ടിലോ കുടുംബത്തിലോ ഏതെങ്കിലും ഒരു പിഴച്ച ആശയക്കാരൻ വന്നു, അങ്ങനെ അവനെ നന്നാക്കാൻ വേണ്ടി, അവനെ വളരെ സ്നേഹപൂർവം അവനെ നമ്മുടെ ആശയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുമെങ്കിൽ, അതല്ലെങ്കിൽ മറ്റുള്ളവർ ആ ആശയത്തിൽ പെട്ടുപോവാതിരിക്കാൻ വേണ്ടി അവർക്ക് വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഒരുത്തൻ സുന്നത്ത് ജമാഅത്ത് പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഒരു ഉദാഹരണത്തിന്, അങ്ങനെ ഇൽമിന്റെ, അതല്ലെങ്കിൽ എൻ്റെ ഇബാദത്തുകളും എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഫിഖ്ഹ് അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതനുസരിച്ച് നിർവഹിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഒരാൾ ആഴത്തിൽ അറിവ് പഠിക്കാൻ വേണ്ടി അഹ്ലു സുഫയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മൻ ഖറജ യത്ലുബു ബാബൻ മിനൽ ഇൽമി,
ഇൽമിന്റെ ഒരു ബാബ് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങി തിരിച്ച ഒരു മനുഷ്യൻ, എന്താ അവന്റെ ഉദ്ദേശം? ലിയറുദ്ദ ബിഹി ബാത്തിലൻ ഇലാ ഹക്കിൻ, ബാത്തിലിനെ ഹക്കിലേക്ക് മടക്കാൻ വേണ്ടി. ഏതെങ്കിലും ഒരാൾ പേച്ച കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ആദർശത്തിൽ എന്തെങ്കിലും ഒരു വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്, അത് നേരെയാക്കണം, അങ്ങനത്തെ ആഗ്രഹത്തോടു കൂടി ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ ഇൽമു പഠിക്കുന്നത്. അല്ലെങ്കിൽ ഔ ലലാലൻ ഇലാഹുദ, വഴികേടിൽ നിന്ന് സന്മാർഗത്തിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അറിവില്ലാത്ത അവസ്ഥയിൽ നിന്ന് ആ വിഷയത്തെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്തണം, അറിവ് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ ആരെങ്കിലും ഇൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങിയോ എങ്കിൽ കാന അമലുഹു, അവന്റെ അമല് എന്ന് പറയുന്നത് കഇബാദത്തി 40 ആമ, അത് 40 വർഷം ഇബാദത്ത് ചെയ്യുന്നതിന് തുല്യമാണ്. ആ പ്രവർത്തനം എന്ന് പറയുന്നത് 40 വർഷം ഇബാദത്ത് ചെയ്യുന്നത് പോലെയാണ് എന്ന്. ഇങ്ങനെ അനേകം അനേകം എണ്ണിയാൽ തീരാത്തത്രയും അറിവിന്റെ മഹത്വം പറയുന്ന ഹദീസുകള്, ആയത്തുകള്, സൂഫികളായ ആലിമ്യങ്ങളുടെ അവരുടെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോ ഒരറിവ് പഠിച്ചു, അതുകൊണ്ട് ഒരാൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ ഒരാൾക്ക് ദീനിയായിട്ടുള്ള അറിവ് ലഭിക്കുന്നു. ഇങ്ങനെ ആവാൻ ഒരു മനുഷ്യനിക്ക് സാധിച്ചാൽ അതിന്റെ പ്രതിഫലം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന് ഉപദേശം കൊടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ പറഞ്ഞയക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാ, ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിമ്മാ തത്ലു അലൈഹി ശംസു ഔ തഗ്റുബു. മോനെ, ഒരു മനുഷ്യനെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നീ കാരണം സന്മാർഗത്തിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഈ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും എന്തൊക്കെ ഉണ്ടോ ഇവിടെ ലോകത്ത്, അതെല്ലാം നിനക്ക് കിട്ടിക്കഴിഞ്ഞാലും അതിനേക്കാളും മുകളിലാണ് ആ ഒരു മനുഷ്യനെ സന്മാർഗം ലഭിക്കുന്നത് കാരണം കൊണ്ട് നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അതാണ്, അറിവ് പഠിച്ചു കഴിഞ്ഞാൽ ആ അറിവിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഓരോ ചവിട്ടടിക്ക് നടന്നു പോകുമ്പോഴും നമ്മൾ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ വേണ്ടി ഇത് തുറക്കുന്ന ഓരോ പ്രോസസ്സും ഇതിനൊക്കെ പ്രതിഫലമാണ്. അങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞത്, ഓരോ ചവിട്ടടിക്കും സ്വർഗത്തിൽ ഓരോ മദീന നിർമ്മിച്ചു കൊടുക്കും, ഓരോ പട്ടണം നിർമ്മിച്ചു കൊടുക്കും. പിന്നെ അങ്ങനെ പല പ്രതിഫലങ്ങൾ പറഞ്ഞു നമ്മളിപ്പോ. അതുപോലെ ഇൽമു പഠിക്കുന്നവനിക്ക് പ്രതിഫലം, പഠിച്ച് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നവനിക്ക് പ്രതിഫലം എന്ന് വേണ്ട, നല്ല അറിവുള്ള ഒരാളോട് ഒപ്പം നടക്കുന്നതിന് തന്നെ പ്രതിഫലം, ഓൻ്റെ കൂടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന് പോലും പ്രതിഫലം. ഇത്രയും വലിയ മഹത്തുണ്ട്. അതുകൊണ്ടാണ് സാധാരണ ജമാഅത്ത് നടക്കുമ്പോൾ 2 ജമാഅത്ത് നടക്കുന്നുണ്ട് കൂട്ടാ, അതിൽ ഏതിൽ കൂടുതൽ അഫ്ളൽ? ഏറ്റവും വലിയ ജമാഅത്തിൽ കൂടുതലാണ് അഫ്ളൽ. അതേ സമയത്ത് ചെറിയ ജമാഅത്തിന് ഇമാമ് നിൽക്കുന്ന ആള്, അല്ലെങ്കിൽ ആ ജമാഅത്തിലുള്ള ആള് ഒരു വലിയ ആലിമാണെന്ന് കൂട്ടിക്കോ, എന്നാൽ ആ വലിയ ജമാഅത്തിനേക്കാളും ഫദ്ല് ഈ ചെറിയ ജമാഅത്തിനാണെന്നാണ് ഫുഖഹാ പറഞ്ഞു വെച്ചത്. എന്തുകൊണ്ടാ? അത് ആ അറിവുള്ള ആളോടൊപ്പം നിൽക്കുന്നതിന് തന്നെ വിശുദ്ധ ഇസ്ലാം അത്രയും വലിയ മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോ ഇനി ഒരാലിമ് അങ്ങനെ കുറെ ആഴത്തിൽ പഠിച്ച് അങ്ങനെ ഒരു ദീനുൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് പുസ്തകം എഴുതി, ഒരു ഗ്രന്ഥം എഴുതി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു, അവരൊക്കെ നമുക്ക് എഴുതി വെച്ച കിതാബുകളല്ലേ നമ്മളിപ്പോ പഠിക്കുന്നത്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അവരൊക്കെ ചെയ്ത ആ സേവനത്തെ പറ്റിയിട്ട് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? യുഅ്താ ബിമിദാദിൽ താലിബിൽ ഇൽമി വദമി ഷഹീദി യൗമൽ ഖിയാമ. ആ വലിയ വലിയ ആലിമീങ്ങൾ എഴുതി വെച്ച, അതൊന്നും പറയണ്ട, ഒരു മുത്തഅല്ലിമ് ഇങ്ങനെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് എഴുതി വെക്കുന്ന, ഓന്റെ ഇൽമ എഴുതി വെക്കുന്ന
ആ മഷിത്തുള്ളിയെ പാരത്രിക ലോകത്ത് കൊണ്ടുവരും. ആ പാരത്രിക ലോകത്ത് ആ മഷിത്തുള്ളിയെ എത്തും. അതോടൊപ്പം രണാങ്കണത്തിൽ ഷഹീദായി മരിച്ചു വീണ ഷഹീദിന്റെ രക്തവും പാരത്രിക ലോകത്ത് വരും. ലാ യുഫല്ലലു അഹദുഹുമ അനിൽ ആഖരി. ഈ രക്തത്തിനാണോ ഈ മഷിത്തുള്ളിക്കാണോ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം? രണ്ടും ഒരേ ദറജയിലാണുള്ളത് എന്ന്. എന്നല്ല, വേറൊരു റിവായത്തിൽ ഹദീസിലുണ്ട്, എന്തുണ്ട്? ഫയുറജ്ജഹു മിദാദുൽ ഉലമായി. ആ ഷഹീദിന്റെ രക്തത്തെക്കാൾ പ്രതിഫലമുള്ള ശ്രേഷ്ഠതയുള്ളതായിട്ട് ആ മഷിത്തുള്ളി മികച്ചു നിൽക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ അറിവ് പഠിക്കുന്നത്, എഴുതി വെക്കുന്നതിന് പോലും അത്രയും വലിയ പ്രതിഫലമുണ്ട്. ഒരു ഷഹീദിന് കിട്ടുന്ന പ്രതിഫലത്തോളം അല്ല, അതിനേക്കാൾ മേലെ വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നീയത്തോടുകൂടെ പഠിക്കാൻ ഇറങ്ങുന്ന ആളുകൾക്ക് കൊടുക്കുമെന്നാണ്. അപ്പോ നീയത്ത് ആദ്യം നന്നാവണം, ഉദ്ദേശം നന്നാവണം. ഉദ്ദേശം നന്നാവുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനം നന്നാവുക. ഒരു ദിവസം ക്ലാസ്സിൽ വന്നു, രണ്ടാമത്തെ ദിവസം വന്നു, മൂന്നാമത്തെ ദിവസം ഇപ്പൊ ഇനി ലൈവിലേക്ക് വന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ കേൾക്കാലോ. ലൈവിൽ വരാനൊക്കെ കഴിയും, എന്നാലും വീഡിയോ രണ്ടിലിട്ടിട്ട് നമുക്ക് അടിച്ച് കേട്ട് കഴിഞ്ഞാൽ അത് കഴിയുമല്ലോ. നാലാമത്തെ ദിവസം അതുപോലെ തന്നെ ലൈവിൽ പോയിട്ട് ലൈവിലേക്ക് വരേണ്ട, ഏതായാലും രണ്ടിലിട്ട് കഴിഞ്ഞാൽ സ്പീഡിൽ കേൾക്കാൻ കഴിയും. അഞ്ചാമത്തെ ദിവസം അങ്ങനെ കേൾക്കും. ആറാമത്തെ ദിവസം കേൾക്കാമെന്ന് പറഞ്ഞ് അതിപ്പോ നാളെ കേൾക്കാലോ. അങ്ങനെ പിന്നെ ഇതിങ്ങനെ ലോഡായി പിന്നെ മാസം കഴിയുമ്പോഴേക്ക് ആദ്യത്തെ 2-3 ക്ലാസ് കേട്ടിട്ടുണ്ടാവും, ബാക്കി അങ്ങനെ വിദൂരമായി പോകുന്ന അവസ്ഥ. അത് വലിയൊരു ഹൈറിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകലാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഒരു ഭാഗ്യത്തിൽ നിന്ന്, തൗഫീഖിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ബാക്കോട്ട് പോവുകയാണ് നമ്മൾ മനസ്സിലാക്കണം. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരാള് അറിവ് പഠിക്കുന്ന ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചു. ഇതിപ്പോ ഒരു അറിവ് പഠിക്കുന്ന ഒരു മാർഗമാണ്, അതിലേക്കൊരു മനുഷ്യൻ പ്രവേശിച്ചു എന്ന് സങ്കല്പിക്കുക. എന്നാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവനിക്ക് അല്ലാഹു വളരെ ഓപ്പൺ ആക്കി കൊടുക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ്. ഇൽമു പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതിലൂടെ അള്ളാഹു അവനിക്ക് തുറന്നു കൊടുക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് റെഡിയായി കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ പിന്നോട്ട് നമ്മൾ പോവാന്ന് പറയുന്നത് അത് പൈശാചികമായിട്ടുള്ള പ്രേരണയാണ്. അത് ശൈത്താനും നമ്മുടെ ഹവനഫ്സും നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്, നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ തോറ്റു പോകുന്നത് പിശാചിന് മുന്നിലാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അത്തരത്തില് നീയത്ത് നന്നാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാലാണ് നമ്മൾ രക്ഷപ്പെടുക. ഇതിപ്പോ പഠിക്കുന്നത് കൊണ്ട് ഞാനിപ്പോ അറിവ് പഠിച്ചാൽ പരമമായിട്ട് അതിന്റെ പ്രതിഫലം കിട്ടാന്ന് പറയുന്നത് എനിക്ക് തന്നെയാണ്. എൻ്റെ അമലുകൾ നന്നാവും, എൻ്റെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് ഉഷാറാവും. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങാനും ഞാൻ മരിച്ചു പോയാൽ എനിക്ക് അതിന്റെ പ്രതിഫലം ആ ആലിമീങ്ങൾക്ക്, ത്വാലിബുൽ ഇൽമിന്, മുത്തഅല്ലിമിന് കൊടുക്കുന്ന പഠിച്ചവന്റെ പ്രതിഫലം എനിക്ക് കിട്ടും. ഇങ്ങനെ നല്ല നീയത്തോടുകൂടെ അറിവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. നമുക്ക് വലിയൊരു പിടിവള്ളിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, പറഞ്ഞോളി. അൽഹംദുലില്ലാഹ്. ആ ആ ആ ആ മാഷാ അല്ലാഹ്. ആ ആ ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ. ഉം 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 മാഷാ അല്ലാഹ്.
എനിക്ക് ഓക്കെ, ഞാന് ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. ഈ ക്ലാസ്സിലിപ്പോ ആര് വന്നാലും വന്നില്ലെങ്കിലും ഇന്നാൾ എന്തുകൊണ്ട് വന്നില്ല, വരാത്തത് കൊണ്ട് വന്നില്ലെങ്കിൽ ഞാനെന്ത് വിചാരിക്കും എന്ന്, ഞാൻ നിങ്ങളെ വിഷയമല്ല കേട്ടോ പറയുന്നത്, എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ടെൻഷൻ അടിക്കോ അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ പേരിലും നമ്മുടെ ക്ലാസ്സിൽ വരുന്നതിന് നിയന്ത്രിക്കൽ അതാവാൻ പാടില്ല. കാരണം ഞാൻ അങ്ങനെ ഓർമ്മിച്ച് വെക്കുന്ന ആളല്ല ആര് വന്നിട്ട് വന്നില്ല എന്നുള്ളത്. അത് നമ്മൾ ഓരോരുത്തരെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ആശയമാണ് ക്ലാസ്സിലേക്ക് എത്താൻ. അതെ അതെ, ക്ലാസ്സിൽ എത്താൻ കഴിയാന്നുള്ളത്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാന് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ തങ്ങള് ഉസ്താദ് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സിൽ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആ നിയത്തിൽ ചെറിയൊരു മാറ്റം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മറിച്ച് ആ പഴയതുപോലെ ആവട്ടെ. ഞാൻ പറയുന്നതേ റമദാൻ ആവുമ്പോ റമദാനിലാണ് ശരിക്കും നമ്മള് ക്ലാസ്സിൽ കൃത്യമായിട്ട് പങ്കെടുക്കേണ്ടത്. എന്ത് തന്നെ മുടക്കുണ്ടെങ്കിലും റമദാൻ മാസം നമുക്ക് ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു ഫർദിന് എത്ര കൂലി? 70 ഇരട്ടി കൂലിയല്ലേ? അപ്പൊ ഈ പറഞ്ഞ കോലത്തിലുള്ള കൂലിയൊക്കെ നമുക്ക് കിട്ടുമ്പോ അത് ഇൽമു പഠിക്കുന്നതിനാകുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്ര വലുതായിരിക്കും അപ്പൊ. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മള് എങ്ങനെ ഇൻ കേസ് നമുക്ക് ലൈവിൽ വരാൻ കഴിയുന്നില്ലെങ്കിലും ഓരോ ദിവസവും അന്നേ ദിവസത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ട് വിഷയങ്ങൾ എഴുതി വെച്ച് പഠിച്ച് ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അല്ല ഇതുകൊണ്ട് കാര്യമുള്ളൂ. ഇൻഷാ അള്ളാ. അതേ സമയത്ത് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മുന്നിൽ ഒരാളുണ്ടെങ്കിലും ഞാൻ ക്ലാസ് എടുക്കും, ഞാൻ റെക്കോർഡ് ചെയ്തിടും. ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ഒരിക്കല് പിന്നെ ജീലാനി ഷേഖ്, മൊഹീദ്ദീൻ ഷേഖ്, അവരുടെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഒരു ശിഷ്യനുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂല, തീരെ പഠിയൂല, ഒന്നും പഠിയൂല. അങ്ങനത്തെ ഒരു കുട്ടി. പിന്നെ പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം, എന്നാലും മനസ്സിലാവൂല. അങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന ഒരു മുത്തല്ലിം ഉണ്ടായിരുന്നു. വൈദ്യ ഷേഖ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും 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 പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ മുഹീദ്ദീൻ ഷേഖിന് അറിവ് കിട്ടി, ഈ പറയുന്ന കുട്ടി, ആ കുട്ടി മരിക്കാൻ പോവാണ്, 2 ദിവസം കൊണ്ടെങ്ങാനും മരിക്കും എന്നറിവ് കിട്ടി. എന്നിട്ടും മുഹീദ്ദീൻ ഷേഖ് ആ മരിക്കുന്ന ആ ദിവസം വരെ എന്ത് ചെയ്തു? നല്ലോണം ഇങ്ങനെ ഈ രൂപത്തിൽ വീണ്ടും 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 ആ കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോ ഞാനിങ്ങനെ റിസ്ക് എടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഈ കുട്ടി മരിക്കാൻ പോവല്ലേ, ഇനി കുറെ ഇങ്ങനെ ഇടങ്ങാറായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. എന്നിട്ട് മൊഹീദ്ദീൻ ഷേഖ് അത് ചെയ്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, മൊഹീദ്ദീൻ ഷേഖിന്റെ ലക്ഷ്യം ആ കുട്ടി പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ. കേൾക്കുന്ന കുട്ടി പഠിക്കട്ടെ, അതനുസരിച്ച് പ്രവർത്തിക്കട്ടെ, എനിക്ക് എന്ത് ചെയ്യട്ടെ, ഓന് അത് പഠിച്ച് ഉൾക്കൊള്ളട്ടെ. ഇതൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് കൂലി കിട്ടും എന്നതാണ്. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആ കൂലിയാണ് എനിക്ക് കിട്ടാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കും കിട്ടണം, നിങ്ങൾക്കും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണം എന്ന ആഗ്രഹം എനിക്കുണ്ട്. അതേസമയത്ത് ഞാനിനി ആരും തന്നെ പഠിച്ചില്ലെങ്കിലും ഇതിന്റെ വീഡിയോ കേട്ടില്ലെങ്കിലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് കിട്ടേണ്ട കൂലി എനിക്ക് കിട്ടും പഠിച്ചവൻ്റെ അടുത്ത് നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ല നിയത്തും നല്ല രൂപത്തിൽ ഇൽമുമായിട്ട് സമീപിക്കാനുള്ള തൗഫീഖ് തരട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. അപ്പോ നമ്മുടെ സമയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്ന ഒരു സാധനമാണല്ലോ. ഇപ്പൊ പള്ളിയിൽ ക്ലാസ്സുള്ള വിഷയമൊക്കെ പറഞ്ഞു, അതൊക്കെ വളരെ സ്വാഭാവികമാണ്. അതേസമയത്ത് നമുക്ക് ട്രൈ ചെയ്യാം. ഇത് നമ്മൾ സ്വയം ട്രൈ ചെയ്തിട്ട് കയ്യോ നോക്കാം. അങ്ങനെ സാധിക്കുമെങ്കിൽ അത് വലിയ കാര്യമാണ്. എത്ര വരെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ജമാഅത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ കോളേജിലൊക്കെ ഉള്ള പലപ്പോഴും ഇപ്പൊ 12:30 ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജമാഅത്ത് ചിലപ്പോൾ 1:20 നമ്മളെ കോളേജിൽ ഉണ്ടാവല്. അപ്പൊ ബാങ്ക് കൊടുത്ത പാട് നിസ്കരിക്കലല്ലേ കൂലി? ആണ്. പക്ഷേ ഒരു ക്ലാസിന്റെ തുടർച്ച എന്ന നിലക്ക് ചിലപ്പോൾ അത്
ഒരു 1:10 വരെ അങ്ങനെ ക്ലാസ് തുടർന്ന് പോകേണ്ട ആവശ്യം വരും. എന്നിട്ടൊരു 10 മിനിറ്റ് ഗ്യാപ്പിൽ ജമാഅത്ത് നടത്തു. അതിന് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാല് ആ നിസ്കാരത്തിന്റെ അവ്വല് വക്ത് കുറച്ച് അങ്ങോട്ട് വൈകുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് അവിടെ ആ ഇൽമ് പഠിക്കുക എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. അവല് വക്തിൽ നിസ്കരിക്കണ്ട എന്നല്ല നമ്മളിപ്പോ പറഞ്ഞത്. എന്നതുപോലെ അറിവിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് ഇസ്ലാമിൽ. അത് പല ഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഉസ്താദന്മാര് അറിവിനാണ് ഏറ്റവും വലിയ പ്രതിഫലം സ്ഥാനം കൊടുത്തത്. ഓക്കെ സൈനുദ്ദീൻ ഉസ്താദ് ബഹറുലുലൂം, അവരുടെ അടുക്കല് വടകര മമ്മദാജി തങ്ങൾ ഒരിക്കൽ വന്നിട്ട് ഖിദർ നബീനെ കാണാൻ വരുന്നോന്ന് ചോദിച്ചു. അവര് വലിയാണ്. എന്താണ് ഓക്കെ ഉസ്താദ് പറഞ്ഞത്? എനിക്ക് ദർസുണ്ട്, നിങ്ങൾ പോയി കണ്ടുവരി, നമുക്ക് വേണ്ടി ദ്വാരിപ്പിക്ക്. എന്നുവെച്ചാല് അറിവ് പഠിക്കൽ, അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി ഉണ്ട് എനിക്ക്. അതാണ് ഞാൻ ഇപ്പൊ ചെയ്യേണ്ടത്. അതന്നെ എനിക്ക്. ഖിദർ നബിയെ കാണല് വലിയ കാര്യമാണ്, അവരെ കൊണ്ട് ദ്വാരിപ്പിക്കല്. പക്ഷെ അതിലും വലുതാണ് എനിക്ക് എന്ത്, അറിവ് പറഞ്ഞു കൊടുക്കല് എന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും, വെറും അറിവ് മാത്രം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. അറിവ് പഠിക്കുമ്പോൾ അതിനനുസരിച്ച് അമലും ചെയ്യണം. അങ്ങനെ അറിവും അമലും ഒരുമിച്ചുള്ള നല്ല ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാണ്. എന്തേലും പറയാനുണ്ടോ? എന്താണ് ഹാഫിസ്ക്കൊക്കെ എന്തോ പറയാനുണ്ടോ? ഉം 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 അവിടെ നോമ്പ് 31 വന്നാൽ നിങ്ങൾ ടോട്ടൽ 31 നിങ്ങൾ നോക്കേണ്ടി വന്നാൽ 31 നോക്കണം. നിങ്ങൾ അവിടെ ഉള്ളതനുസരിച്ചിട്ടാണ് അപ്പോൾ നിൽക്കേണ്ടത്. ഗൾഫ് അതെ, കുഴപ്പമില്ല എന്നല്ല, ആ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാവും ഒന്ന് എക്സ്ട്രാ. അങ്ങനെ 30-നാണ് മാസം കാണുന്നതെങ്കിൽ അപ്പൊ 31 നോമ്പാവും. അതുകൊണ്ട് കുഴപ്പമില്ല എന്നല്ല, 31 നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമായി റമദാൻ മാസം. മനസ്സിലായോ? അത് പറയുന്നത് നാട്ടില് ഇനി 29 നാട്ടിൽ 29 മാസം കണ്ട് നോട്ടിക്കോ. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ 30 നോമ്പ് കിട്ടും. അത് മതി. എന്നുവെച്ചാൽ ഇങ്ങനെയാണ് ഇതിന്റെ മാനദണ്ഡം. നിങ്ങൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നാട്ടിലനുസരിച്ചിട്ടാണ് പിന്നെ ചെയ്യേണ്ടത്. പ്രശ്നം മാറിയില്ലേ? നിങ്ങൾ ഇനി എങ്ങനെ പെരുന്നാൾ നിസ്കാരം നിർബന്ധമില്ല, സുന്നത്താണ്. ആ ഉം നിർബന്ധം ഇവിടെ പങ്കെടുക്കൽ നിർബന്ധമില്ല, നാട്ടിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. സുന്നത്ത് ഇവിടെ നിസ്കരിച്ചാലോ അവിടെ നിസ്കരിച്ചാലൊക്കെ കിട്ടും. ഇവിടെ നിസ്കരിച്ചുകൊണ്ട് അവന്റെ പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ നാട്ടിലെത്തി അപ്പൊ അവിടെയും പെരുന്നാളാണെങ്കിൽ അവിടെയും കൂടാം. സുന്നത്തായി നിസ്കരിക്കുമ്പോൾ ജമാഅത്തിന്റെ കൂലി കിട്ടും. അല്ലാതെ അവന്റെ പെരുന്നാൾ നിസ്കാരം അവിടെ കഴിഞ്ഞു അതോടുകൂടെ. വേറെന്താ? വേറെന്തെങ്കിലും ഉണ്ടോ? ആവശ്യം ഫത്തുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ തുഹ്ഫയിലൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. മാസത്തിന്റെ തുടക്കത്തിലാണെങ്കിലും ഒടുക്കത്തിലാണെങ്കിലൊക്കെയുള്ള വ്യത്യാസം പറഞ്ഞുകൊണ്ട് ആവശ്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ രൂപത്തിലാണ്, ഇപ്പൊ പറഞ്ഞ രൂപത്തിലാണ് ഒടുക്കത്തിലാണെങ്കിൽ വേണ്ടത്. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലേ? സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.